അത് ഇതിങ്ങനെ ഡീഹൈഡ്രേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് പാല്, കോഫി അങ്ങനെ 2 സൈസ് ഉപയോഗിച്ച് ഒഴിവാക്കിക്കൊണ്ട് വെള്ളം കൂടുതൽ കഴിക്കണം. രാവിലെ കേൾക്കുമ്പോൾ ഒരു 1 ലിറ്റർ വെള്ളം കുടിക്കാൻ ശീലിക്കണം. പിന്നെ അത് കൂടാതെ ഇടയ്ക്കിടയ്ക്ക് കൂടെ ആകെ ഒരു 2 ലിറ്റർ വെള്ളമെങ്കിലും മിനിമം കഴിച്ചിരിക്കണം. ഈ പാൽ ഉപയോഗിക്കരുതെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ പാല് ശരിക്കും ഒരു കംപ്ലീറ്റ് ഫുഡായിട്ടാണ് പറയപ്പെടുന്നത്. അപ്പോൾ പാല് ഉപയോഗിക്കുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളാണോ? അല്ല, സൈനസൈറ്റിസ് ഉള്ളവർ ഉപയോഗിക്കാതിരുന്നാൽ മതി. മറ്റുള്ളവർക്ക് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, 10 പേർക്ക് തുമ്മൽ, 10 പേര് പൊടിയടിക്കുന്നിടത്തേക്കാണ് 2 പേര് തുമ്മുന്നുള്ളൂ. അപ്പോൾ അവർ മാത്രം ഉപയോഗിക്കാതിരുന്നാൽ ബാക്കിയുള്ളവർക്ക് ഇഷ്ടം പോലെ കഴിക്കരുത്. അഥവാ കഴിക്കണമെന്നുണ്ടെങ്കിൽ മോര് കച്ചി കഴിച്ചാൽ വലിയ കുഴപ്പം വരുന്നില്ല. ഓക്കെ സർ, നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം മെഡിറ്റോക്കിൽ. ഇപ്പോൾ മെഡിറ്റോക്കിൽ ചെറിയൊരു ബ്രേക്ക്. തിരികെ എത്താം മെഡിറ്റോക്കിലേക്ക്. ഇന്നത്തെ വിഷയം സൈനസൈറ്റിസും ചികിത്സാ രീതികളും. ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. നമസ്കാരം, സ്വാഗതം മെഡിറ്റോക്കിലേക്ക്. ആരാണ്? ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞു. ഹലോ സാർ, എനിക്ക് 2 മാസമായിട്ട് ശരിക്കും തലവേദന. പക്ഷേ അത് ഞാനിപ്പോ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തോണ്ടിരിക്കുക, ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുക. അപ്പൊ അവിടുന്ന് തന്നവര് നല്ലതായിട്ട് ഭേദമായിട്ടില്ല, നല്ല ഇതായിട്ടില്ല. തലവേദന നമ്മളിങ്ങനെ കുനിയുമ്പോഴൊക്കെ തലവേദന കൂടുതൽ വരും. കുനിയുമ്പോഴാ തലവേദന കൂടുതൽ. പക്ഷേ തലയ്ക്കകത്ത് വെള്ളം കയറുമ്പോൾ ഉണ്ടാകുന്ന വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെയുള്ള തോന്നല് നമ്മുടെ ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ആകാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. ഫ്രോണ്ടൽ സൈനസൈറ്റിസ് ഉള്ളവർക്കാണ് ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്ന പോലെ. ഫ്രോണ്ടൽ സൈനസൈറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിന് തൊട്ട് മുകളിലുള്ള ഒരു ജോഡി സൈനസുകളുണ്ട്. ഇതിന് വീക്കം വരുന്നതാണ് ഇതിൻ്റെ കൂടുതൽ കാരണം. അതിനകത്ത് ഉള്ള സീലിയ വർക്ക് ചെയ്യാതെ വരുമ്പോഴത്തേനും അതിനകത്തുള്ള ലിക്വിഡ് ഭാഗമുണ്ടല്ലോ, അത് പുറത്ത് പോകാതെ വരുന്നതാണ്. ചികിത്സിച്ചാൽ മാറുന്നേ ഉള്ളൂ, മാറാവുന്നേ ഉള്ളൂ. താങ്ക്സ് ഫോർ കോളിംഗ് ടു മെഡിറ്റോക്ക്. സർ, എന്തൊക്കെയാണ് ഈ രോഗത്തിന്റെ യഥാർത്ഥ കാരണങ്ങൾ? ഒന്ന്, നമ്മുടെ അന്തരീക്ഷ മലിനീകരണമാണ്. മലിനീകരണം കൂടുന്നതനുസരിച്ച് ഈ സൈനസൈറ്റിസ് രോഗികളും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ അത് 50% സൈനസൈറ്റിസും ഈ അന്തരീക്ഷ മലിനീകരണം, പ്രത്യേകിച്ച് അന്തരീക്ഷത്തിലുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ സൾഫർ കോമ്പൗണ്ട്, നൈട്രസ് ഓക്സൈഡ്, ഹൈഡ്രജൻ കോമ്പൗണ്ട്, ഹൈഡ്രോ കാർബൺ, ഇവയെല്ലാം ഈ സൈനസിനെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുന്നതാണ്. അതാണ് ഒരു 50% കാരണം. പിന്നെ വരുന്നതാണ് ബാക്ടീരിയൽ ആകുമ്പോൾ കൂടുതലും അക്യൂട്ട് സൈനസൈറ്റിസ് ആണ് വരുന്നത്. പിന്നെ വൈറൽ, അത് കഴിഞ്ഞാണ് ഫംഗൽ സൈനസൈറ്റിസ് കൂടുതൽ വരുന്നത് നദിയിൽ മുങ്ങിക്കുളിക്കുന്നവർക്ക്, നദിയിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ. അതായത് നദിയിലെ വെള്ളം എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുകൾ നമ്മുടെ ശരീരത്തിൻ്റെക്കാൾ തീരെ താഴ്ന്ന ടോണിക്കിലുള്ളതാണ്. അതായത് ഹൈപ്പോട്ടോണിക്കായിട്ട് വരും. അതിൽ നിന്ന് കൂടുതൽ ഫംഗസ് നമ്മുടെ മൂക്കിനകത്ത് കയറി ബുദ്ധിമുട്ടുണ്ട്. അതായത് കടൽ ജലത്തിൽ അത്രയും കുഴപ്പം വരുന്നില്ല. പിന്നെയുള്ളത് നമ്മൾ എപ്പോഴും ശക്തിയായിട്ട് മൂക്ക് ചീറ്റുന്നത്. ശക്തിയായിട്ട് മൂക്ക് ചീറ്റി ശീലിക്കുന്നത് വളരെ കുഴപ്പമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പൊടിയൊക്കെ വലിച്ചിട്ട് മൂക്ക് തുമ്മിക്കഴിഞ്ഞാൽ മൂക്കിൽ നല്ല പോയി കിട്ടുമെന്നൊക്കെ ധാരണ എല്ലാവർക്കും ഉണ്ട്. ഇതൊരു അബദ്ധധാരണ. എന്നുവെച്ചാൽ തുമ്മും തോറും നമ്മുടെ മൂക്കിൻ്റെ സൈനസിനകത്തേക്ക് ഈ അണുക്കൾ കയറുകയും ചെയ്യുന്നു. ഇതൊക്കെയാണ് സാധാരണ കാരണങ്ങൾ. പിന്നെ വേറെയും കേട്ടിട്ടുണ്ട്, അതായത് AC-യിലൊക്കെ ഇരുന്ന് ഒരുപാട് സമയം ജോലി ചെയ്യേണ്ടി വരുന്നവരിലൊക്കെ സൈനസൈറ്റിസ് കൂടുതലായിട്ടും വരാറുണ്ടെന്ന്. അതെ, AC ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് വായിൽ നിന്ന് അമിതമായിട്ട് മണം വരുന്നതാണ്. അത് ഈ സൈനസൈറ്റിസിൻ്റെ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ലക്ഷണം. അതായത് ഈ നമ്മുടെ AC റൂമിലേക്ക് കിട്ടുന്ന വായു എന്ന് പറയുന്നത് ജലം മാറ്റി നിർജ്ജലീകരിച്ച്, അതായത് ഡീഹൈഡ്രേറ്റഡ് ജലം തണുത്ത് വരുന്നതാണ് AC-ക്കകത്തുള്ളത്. ഓക്കെ, ഡോക്ടർ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കിപ്പോൾ ഒരു കോളർ ഉണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ. സ്വാഗതം മെഡിറ്റോക്കിലേക്ക്. ആരാണ്? സിന്ധു. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. പറഞ്ഞോ. എന്റെ ചേച്ചിക്കാണ് പറഞ്ഞോ. തലവേദന വരുമ്പോ ഭയങ്കര തലകറക്കം, ഛർദി ഒക്കെ വരിക. അത് തലകറക്കം ഛർദിയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചെവിക്കും കൂടെ കുഴപ്പം കാണാൻ സാധ്യതയുണ്ട്. ചിലപ്പം സൈനസൈറ്റിസ് വന്നിട്ട് സൈനസൈറ്റിസിനോടൊപ്പം തന്നെ സൈനസിൻ്റെ തൊട്ട് പുറകിലുള്ള ഒരു അവയവമാണ് ഈ യൂസേഷൻ ട്യൂബ്. യൂസേഷൻ ട്യൂബിൽ നിന്നും ചെവിയിലേക്കാണ് ഈ ട്യൂബ് പോകുന്നത്. അപ്പോൾ ഈ സൈനസൈറ്റിസിനോടൊപ്പം യൂസേഷൻ ട്യൂബിന് വരുന്ന അവിടെ ഒരു അടവ് വരും.
ഈ സൈനസ് ഇതായി കഴിയുമ്പോൾ സൈനസൈറ്റിസിനൊപ്പം നിൽക്കുന്നതാണ് യൂസ്റ്റേഷൻ ട്യൂബിൻ്റെ ഒരറ്റം. അവിടുന്ന് ഈ ഇൻഫെക്ഷൻ അങ്ങോട്ട് വരുമ്പോൾ വരുന്നതാണ് ഈ തലകർക്കൊക്കെ വരാൻ സാധ്യത. അതായത് കോക്ലിയർ ഇംപ്ലാന്റ് അങ്ങനെയുള്ളതിനൊക്കെ കുഴപ്പം വരുന്നതുകൊണ്ടാണ് അത് വരുന്നത്. അത് രണ്ടും കൂടെ ചികിത്സിക്കേണ്ടി വരും. അപ്പം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇത് തന്നെ ഒരു കുഴപ്പമാണല്ലോ. അപ്പൊ അതിന് കുഴപ്പം വരണ കാരണമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതെ, ഇത് ചികിത്സിച്ച് മാറ്റാവുന്നതേ ഉള്ളൂ. താങ്ക്സ് ഫോർ കോളിംഗ് ടു മെഡിടോക്ക് മാഡം. ഡോക്ടർ, അതുപോലെ നമ്മൾ AC റൂമിലിരിക്കുന്ന ആൾക്കാരിൽ കണ്ടുവരുന്ന സൈനസൈറ്റിസിന്റെ ലക്ഷണങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞോളൂ. AC റൂമിലുള്ള ഇത് നമ്മുടെ സൈനസിന്റെ ഉള്ളിൽ എപ്പോഴും ഈർപ്പമുള്ളതായിരിക്കണം. ഈർപ്പമുള്ള ആയില്ലെങ്കിലാണ് ഏറ്റവും കുഴപ്പമുള്ളത്. അപ്പം നമ്മൾ ഈ AC റൂമിൽ നിന്നുള്ള വായു ശ്വസിച്ചുകൊണ്ടിരിക്കുക സ്ഥിരമായിട്ട് ഇങ്ങനെ ശ്വസിച്ച് കഴിയുമ്പോൾ നമ്മുടെ സൈനസിനകം ഡ്രൈ ആയി മാറും. ഈ ഡ്രൈ ആയി മാറുന്നതിന് തുടങ്ങിയാണ് ഈ സൈനസ് ഈ അമിതമായ ദുർഗന്ധം പുറത്തേക്ക് വരുന്നത്. ഇത് മാറ്റുന്നതിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമിഡിഫയർ ഉപയോഗിക്കേണ്ടി വരും. ഇതേ അസുഖം തന്നെ യൂറോപ്പിലുള്ളവർക്ക് റൂമിലാണോ റൂമിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ യൂറോപ്പിൽ നമുക്ക് ഞങ്ങൾ മരുന്ന് ഹ്യൂമിഡിഫയറും കൂടെ ഉപയോഗിച്ചെങ്കിൽ അവരുടെ അസുഖം മാറുന്നുള്ളൂ. അത് ശരിക്കും ഈ സൈനസിനകം ഡ്രൈ ആയി പോകുന്നതുകൊണ്ടാണ് ഇവർക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ കൂടുതൽ അമിതമായ ചൂടിൽ ജോലി ചെയ്യേണ്ടി വരുന്നവർക്കും വരാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതെ, കൂടുതലായ ചൂടിലും ഈ ജലം ഡീഹൈഡ്രേഷൻ ആണ്, അല്ല ഡീഹൈഡ്രേറ്റഡ് എയർ ആണ് അവരും ശ്വസിച്ചെടുക്കുന്നത്. അവർക്കും ഇതേപോലെ തന്നെ ഡ്രൈ എയർ ശ്വസിച്ചെടുക്കുന്നതോടുകൂടി സൈനസും ഡ്രൈ ആയി മാറും. സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതുകൊണ്ട് തന്നെ അസുഖം വരും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും ഭയങ്കരമായിട്ട് എപ്പോഴും തലവേദനയായിരിക്കും കൂടുതൽ. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഫർണസിനൊക്കെ അടുത്തുള്ളവർക്ക്, അതെ അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ പ്രശ്നം. കാരണം ചൂടിൽ ജോലി ചെയ്യുന്നു പറയുമ്പോൾ പറമ്പിലൊക്കെ നിൽക്കുന്നവർക്ക് ആ പ്രശ്നം, പറമ്പിൽ കിടക്കുന്നവർക്ക് പ്രശ്നം. പറമ്പിൽ ഇങ്ങനെ ഇടി ഹ്യൂമിഡിറ്റി ഇല്ലാത്ത വായു അല്ല വരുന്നത്. അവർക്ക് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു അന്തരീക്ഷത്തിൽ നിന്നാണ് അവർ കിടക്കുന്നത്. പിന്നെ കൂടുതൽ മറ്റെന്തൊക്കെയാണ് കാരണങ്ങൾ, രോഗം വരാനുള്ള മറ്റെന്തൊക്കെയാണ് കാരണങ്ങൾ? ഈ നദിയിൽ കുളിക്കുന്നവർക്ക് നദിയിൽ കുളിക്കുന്നവരും നദിയിൽ ജോലി ചെയ്യുന്നവർക്കും വരുന്ന ഒരു വലിയ ഒരു അസ്വസ്ഥതയാണ് ഈ ഫംഗൽ സൈനസൈറ്റിസ്. ഇൻഫെക്ഷൻ ഉണ്ടാവാൻ പെട്ടെന്ന് ചാൻസ് ഉണ്ട്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു കോളർ ഉണ്ട്. ഹലോ. ഓക്കെ, ഡോക്ടറോട് സംസാരിച്ചോളൂ. അബ്ദുസലാം പറഞ്ഞോളൂ. ഡോക്ടർ, എനിക്ക് രാവിലെ എണീക്കുമ്പോഴുണ്ടല്ലോ ഇതിന്റെ കഫം ഇങ്ങനെ വലിക്കുമ്പോ കഫത്തിന് ബ്ലഡ് വരുന്നുണ്ട്. തൊണ്ടയുടെ പുറകിൽ കൂടെ വരികയാണോ? തൊണ്ടയുടെ പുറകിൽ കൂടെയാണോ കഫം വരുന്നത്? തൊണ്ടയുടെ പുറകിൽ കൂടെ വരിക. ഹലോ, ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചിട്ട് ഫോണിൽ ശ്രദ്ധിക്കുക. പുറകിൽ കൂടെ കഫം തുപ്പുമ്പോഴാണ് വരുന്നത്. അല്ല, തൊണ്ടയുടെ പുറകിൽ കൂടെ വരുന്ന കഫമാണോ? എങ്ങനെ? തൊണ്ടയുടെ പുറകിൽ കൂടെ എടുത്തിട്ട് തുപ്പുന്ന കഫമാണോ അതോ? അതും സൈനസൈറ്റിസുമായിട്ട് ബന്ധമുള്ളതാണ്. അതല്ലേ? അതെ. അതിന് നമ്മൾ സൈനസൈറ്റിസിനുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ മാറാനുള്ളതേ ഉള്ളൂ. പിന്നെ കുറച്ച് പുകവലി ഉണ്ടോ? ഇല്ല, പുകവലി ഇല്ലെങ്കിലും ഈ മരുന്ന് കൊണ്ട് നല്ലപോലെ എഫക്ട് കിട്ടും. പുകവലി ഇല്ലെങ്കിൽ ഒരു 4-5 മാസം മരുന്ന് കഴിച്ചെന്ന് മാറാനുള്ള അസുഖമേ ഉള്ളത്. അതെ. താങ്ക്സ് ഫോർ കോളിംഗ് ടു മെഡിടോക്ക്. ഡോക്ടർ, കുഞ്ഞുങ്ങളിൽ എത്തരം സൈനസൈറ്റിസ് ആണ് കൂടുതലും കാണാറുള്ളത്? കുഞ്ഞുങ്ങളിൽ ഈ പല്ല് മുളയ്ക്കുന്ന സമയത്ത് അവർക്ക് മാക്സിലറി സൈനസൈറ്റിസ് വരുന്നുണ്ട് സാധാരണ കൂടുതലായിട്ട്. പിന്നെ ഉള്ളത് ഈ കണ്ണിൻ്റെ ചെവിയുടെ മൂക്കിൻ്റെ റൂട്ടിൽ ഈ ഭാഗത്തുള്ള 2 സൈനസ് ഉണ്ട്. അതായത് എത്മോയിഡ് സൈനസസ്. പിന്നെ കണ്ണിൻ്റെയും മൂക്കിൻ്റെ പുറകിലായിട്ട് സ്പീനോയിഡ് സൈനസസ് ഉണ്ട്. ഇത് രണ്ടിനുമാണ് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത്. ചെറിയൊരു ബ്രേക്കാണ് ഇപ്പോൾ മെഡിടോക്കിൽ. ഈ ഒരു ബ്രേക്കിന് ശേഷം തിരികെ എത്താം മെഡിടോക്കിൽ. മെഡിടോക്കിലേക്ക്. മെഡിടോക്കിൽ ഇന്നത്തെ വിഷയം സൈനസൈറ്റിസും ചികിത്സാ രീതികളും. നമ്മളോടൊപ്പമുള്ളത് ഡോക്ടർ TK അലക്സാണ്ടർ. സർ, ഈ സൈനസൈറ്റിസ് രോഗത്തിന് എന്തൊക്കെ ചികിത്സാ രീതികളാണ് സാധാരണയായിട്ട് ഉപയോഗിച്ചു വരുന്നത്? സാധാരണ ഓരോരുത്തരുടെ ശരീരഘടന അനുസരിച്ച് മരുന്നുകൾ കൊടുക്കുകയാണ് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഇവരുടെ ഈ മൂക്ക് കഴുകുന്ന ഒരു ഇതുണ്ട്. അതായത് നേസൽ വാഷ് എന്ന് പറയും. നേഷണൽ വാഷ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഐസോട്ടോണിക് സൊല്യൂഷൻ ഉപയോഗിച്ച് ശരീരത്തിൻ്റെ അതേ ചൂടിൽ, അതായത് ഇളം ചൂടിൽ മൂക്കിലേക്ക് ഇത് ഒഴിക്കുകയാണ്. അപ്പോൾ അതിന് ഈ സാധാരണ ഉപ്പുവെള്ളമല്ല ഉപയോഗിക്കുന്നത്. ഇത്
ഉപ്പ് വിവിധ